ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും വലിയൊരു വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ നദിരപ്പള്ളി പോകാം കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഇതാണ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ റീലായിട്ട് കാണുന്ന സ്ഥലം കേട്ടോ. ഞാൻ എപ്പോഴും കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ ഈ ഏരിയയിലോട്ടൊക്കെ പോയിട്ട് കുറേ നാളായി. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് നല്ലൊരു ക്ലൈമറ്റിലായിരുന്നു. ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. സോ നല്ല അധികം ചൂടൊന്നും അറിഞ്ഞില്ല ഉച്ച സമയമായിട്ടും. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ പാമോയിലില്ലേ, അതിൻ്റെ കാ കിട്ടുന്ന സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഇത് കാണുന്നത്. പക്ഷെ സംഭവം നല്ല രസമുണ്ട്, കൊള്ളാം. അപ്പം ഞങ്ങൾ അവിടെ ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ലോട്ട് 1 മണിയായിരുന്നു. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് മുമ്പേ റിപ്പോർട്ട് ചെയ്യണം അവിടെ, എന്ന് വെച്ചാൽ അവരുടെ സാധനങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ സ്ലോട്ട് വിളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഈ വീഡിയോയിലൊക്കെ കാണുന്ന സ്നോ ഒക്കെ നേരിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. എന്തായാലും പുറത്തുപോയി കാണാൻ പറ്റത്തില്ല, പറ്റുമായിരിക്കും ഭാവിയിൽ. പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അവിടെ ഏറ്റവും ടാസ്ക് ആയിട്ട് തോന്നിയത് എൻ്റെ അളവിൽ ജാക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ഞാൻ ട്രൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ സൈസ് കിട്ടി.
അങ്ങനെ ഞങ്ങൾ കയറി കേട്ടോ. നല്ല തണുപ്പായിരുന്നു, -4 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷേ അയിൻ ബേബിയൊക്കെ ഫുള്ളി എക്സൈറ്റഡാണ്. കാരണം വെച്ചാൽ അവൾ കാർട്ടൂണൊക്കെ കണ്ട് ഈ സ്നോ ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാദ്യമായിട്ട് കണ്ടതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. നല്ല തണുപ്പാണെങ്കിലും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു ആ സ്ഥലത്ത് കയറിയപ്പോൾ. എല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഈ സ്ഥലം. അങ്ങനെ അയൺ ബേബീൻ്റെ കൂടെ ഞാനും അവിടെ കുറേ സ്ഥലത്തൊക്കെ ഓടിക്കളിച്ചേട്ടാ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ പോകല്ലേ എന്ന് ഫസ്റ്റിൽ 100 വട്ടം പറഞ്ഞത്. അതിൻ്റെ അകത്തൂടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ ഞാൻ പോയി ഗൈസ്.
ഈ സംഭവത്തിൽ ഞാൻ കയറിയായിരുന്നു, സ്ലൈഡായിരുന്നു. എൻ്റെ പൊന്നെ അത് പറയണ്ട. INPP ഒക്കെ കൂളായിട്ട് പോയി. ഞാനാണെങ്കിൽ സാധാരണ എല്ലാവരും വന്ന് ഇഴുകി അവർക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇഴുകി അപ്പുറത്തെ സൈഡിൽ പോയി, അവിടുന്ന് ഇഴുകി ഞാൻ തിരിച്ചു. ഞാൻ 2-3 റൗണ്ടേ പോയി. അത്രയ്ക്ക് ഫോഴ്സിലാണ് ഞാൻ പോയത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്തുന്ന അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അവിടെയൊക്കെ പോയാലോ എന്ന്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കയറിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര കഴിച്ച് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. സോ എവിടെയെങ്കിലും പോയി നല്ല കനത്തിൽ കഴിക്കണം എന്ന് പറഞ്ഞു പോകാം. അങ്ങനെ ഞങ്ങൾ പാരഗൺ ഹോട്ടലിലെത്തി. അവിടെ നമ്മുടെ സ്ഥിരം ഐറ്റം ബിരിയാണി എനിക്ക് അവിടുത്തെ ചിക്കൻ ഫ്രൈയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പാരഗൺ ഹോട്ടലിൽ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. അവിടുത്തെ ചമ്മന്തി സൂപ്പറാട്ടോ, എല്ലാവരും പോകുമ്പോൾ കഴിച്ചു നോക്കണേ. പിന്നെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡെസേർട്ടിൽ വേണമല്ലോ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ കാരമൽ പുഡിങ് ഓർഡർ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. നല്ല എന്താ പറയുക, വായിലിട്ടിട്ട് ഇങ്ങനെ മെൽറ്റായി പോകുന്നു. അതേപോലത്തെ റേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം കേട്ടോ, എനിക്കൊന്ന് എയർപോർട്ട് കാണണമെന്ന്. ഭയങ്കര ആഗ്രഹം, എന്താണെന്നറിയത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അതിൽ കൂടെ പോയി എയർപോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ട്രാവൽ വ്ലോഗ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോസായിട്ട് വരാം. എൻ്റെ മാരക വീഴ്ച കാണണ്ടേ, ലാസ്റ്റ് ഞാൻ വേണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. വെള്ളത്തുണി എടുത്തോളൂ എന്നെ